ഹായ് നമസ്കാരം, ഞാൻ ശശികല. ഞങ്ങളൊരു സ്ഥലം വരെ പോവുകയാണ്. അവിടെ ചെന്നിട്ട് എവിടെയാണെന്ന് അറിയാം. ഓക്കെ. ഒരല്പം കൂടെ ഉണ്ട്, ഇത്തിരി നടക്കാനുണ്ട്. എത്തിയതിന് ശേഷം ബാക്കി കാണിക്കാം. ഓക്കെ. സൂപ്പർ സ്ഥലങ്ങളാണെങ്കിൽ അടിപൊളി സ്ഥലമാണ് കേട്ടോ. തെന്നൂര് സൂര്യകാന്തിയിൽ ശകുന്തള പറഞ്ഞ ചേച്ചിയുടെ വീട്ടിൽ പോണേന്. ഞാൻ ഇതിന് മുമ്പ് ആ ചേച്ചിയുടെ വീഡിയോ ഇട്ടായിരുന്നു, എല്ലാവരും കണ്ടതാണ്. ഓക്കെ. നമുക്ക് കിട്ടുമെന്നുള്ളതിന് ഒരു ഉറപ്പുമില്ല. നമ്മളിനി ഇത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ നെടുവങ്ങാട്ടങ്ങനെ പോയി ഏതാവ് ഓഫീസിൽ ബ്രാഞ്ച് ഓഫീസിൽ എവിടെ ചെന്ന് പരാതി കൊടുക്കണമെന്നൊക്കെ ഉള്ള ഇതിൽ തന്ത ഇങ്ങനെ വരുന്നത് നടക്കുന്നു. ഭർത്താവ് ഹലോ സുഹൃത്തുക്കളെ, ഇപ്പൊ ഞാൻ ഇതിനു മുന്നേ ശകുന്തള എന്നുള്ള ഒരു ചേച്ചി, സൂര്യകാന്തിലുള്ള ചേച്ചിയുടെ പ്രശ്നങ്ങളൊക്കെ ഞാൻ ഇതുപോലെ വീഡിയോ ഇട്ടിരുന്നതാണ്. അവരുടെ അവസ്ഥയൊക്കെ ഞാൻ വീഡിയോ ഇട്ടിരുന്നതാണ്. പിന്നെ അവർക്ക് അക്കൗണ്ടേ ഉള്ളൂ, ഗൂഗിൾ പേ ഇല്ലാത്തത് കൊണ്ട് പൈസകളൊക്കെ വന്നോ ഇല്ലോ എന്നുള്ളത് അറിയാൻ പറ്റൂല. ജോയിന്റ് അക്കൗണ്ടൊക്കെ ആയിരുന്നു. പക്ഷെ ഇവരുടെ പേരില് ഇപ്പൊ ഈ ശകുന്തള ചേച്ചിയുടെ പേരില് യാതൊന്നുമില്ല. ഇവരുടെ ഹസ്ബൻഡിന്റെ പേരില് ആണ് ഈ വീടെന്നാണ് ഞാൻ അറിഞ്ഞത് അന്ന് വീട് എടുക്കാൻ വന്നപ്പോ. ഇപ്പൊ അവര് പറയണേന്ന് പറഞ്ഞാൽ അവരെ ഹസ്ബൻഡിന്റെ അമ്മയുടെ പേരിനാണ് ഈ വീടല്ല, ഈ സ്ഥലം. അപ്പൊ അവരെ കാലശേഷം ഇവരെ ഹസ്ബൻഡിന്റെ പേരിനാണെന്നാണ് എഴുതി വെച്ചത്. ഇപ്പോഴ് അവരാരും കൊടുക്കാൻ തയ്യാറല്ല. ഇപ്പോഴും അന്ന് ഇതുപോലെ ഇവർക്ക് ഈ വീട്ടിന് 25 വർഷമായി ഈ വീടിന് മെയിൻ്റനൻസ് എന്നാണ് പറഞ്ഞത്. പിന്നെ പിന്നോട് ഇതുപോലെ അവരവരുടെ മെമ്പർ പറഞ്ഞെന്ന് പുതിയ വീട് തരാമെന്ന് പറഞ്ഞെന്നെ. പക്ഷെ ഇനി അവർക്ക് വീട് അഥവാ കിട്ടിയാൽ തന്നെ ഇവിടെ വച്ചു കഴിഞ്ഞാൽ ഈ ഭൂമി തർക്ക ഭൂമിയായിട്ടിരിക്കുകയാണ്. ഇവർക്ക് കയറി കിടക്കാടോ എന്ന് പറയണത് യാതൊന്നുമില്ല. ഈ വീടിന്റെ അവസ്ഥകളും അവരെ അവസ്ഥയൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് പറയുന്നത് നിങ്ങൾ പറയും. അപ്പോഴതിന് വേണ്ടി ഇനി എന്തൊരു വേണമെന്നുള്ള ഒരു വകുപ്പിലാണ് നമ്മൾ പോണത്. സ്വന്തമായിട്ട് കയറി കിടക്കാൻ നമ്മൾ ഇതിനകത്ത് ഇത്രയും പൈസകളും ചെലവാക്കി ഒരു വീട് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവര് കാല് മാറിയാ എനിക്ക് വേണം ഷെയറെന്നും പറഞ്ഞ് വന്നാൽ നമ്മൾ കൊടുത്തല്ലേ പറ്റൂ. അപ്പോൾ പിന്നെ അവിടെ കിടന്ന് വാദിച്ച് അടികളും പിടികളും കുത്തും കൊലപാതകം. എന്റെ മോനാണെങ്കിൽ ഒരു ലൂളം മതി, അവരുള്ളൂളം മതി. അതിനവൻ അവരെ 25 വയസ്സുണ്ട്. ഇവന്റെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ചികിത്സിക്കുകയാണെങ്കിൽ അവൻ ക്ലിയർ ആവും. പക്ഷെ അതിന്റെ സാഹചര്യം മോശമാണ്. ഇവനാണെങ്കിൽ ചാർജ് കയറെന്നും പറഞ്ഞ് നിൽക്കും. അവ വെട്ടൊന്ന് കണ്ടെന്നുണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന സൈസ്. അങ്ങനെ ഒരുപാട് കുറച്ചൊക്കെ ക്ഷമിക്കണം, ക്ലിയർ ചെയ്ത് അങ്ങനെയല്ല മോനെ, ഇങ്ങനെയാണ് മോനെ എന്നൊക്കെ ഞാൻ പറഞ്ഞ് സമാധാനപ്പെടുത്തുന്നതാണ്. അവൻ ചാർജ് എന്തു എന്റെ അച്ഛന്റെ പ്രമാണം തരാത്ത എന്നൊക്കെ ഇവിടെ കിടന്ന് ചാടുമ്പോ ഞാൻ പറയും അതൊക്കെ സമാധാനമുണ്ട്. നമുക്കിപ്പൊ നമുക്ക് ആളും വരും ഇല്ലെങ്കിലും നമ്മള് മെന്റല് ഊളംപാറ. അപ്പൊ ഇവരൊക്കെ വയലന്റ് ഒന്ന് ആവുമ്പോഴത്തേക്ക് ഞാൻ അവിടെ കൊണ്ടുവന്ന് അങ്ങ് കിടത്തും. അപ്പൊ ഒരു മാസം 1.5 മാസമൊക്കെ അവിടെ കിടന്നിട്ട് പേര് വെട്ടുമ്പം ഡോക്ടർമാരെന്നെ വിളിക്കും. ഞാൻ അപ്പോഴും ഞാൻ കൊണ്ടുവരികയാണ് എവിടെ പോയിട്ട് വേർത്ത് തളർന്നു വന്നിരിക്കുകയാണ്. പക്ഷെ ഈ കുട്ടി എന്ന് വെച്ചാൽ ഇപ്പൊ എന്റെ മോനെ കാണുന്നതാണല്ലോ. അപ്പൊ എന്റെ മോന് 19 വയസ്സ്. അപ്പൊ ഇവൻ 25 വയസ്സോളം പ്രായമുള്ള ഒരു കുട്ടിയാണ്. ഒരു നല്ലൊരു നിലയിൽ ജീവിക്കേണ്ട ഒരു കുട്ടിയാണ്. പക്ഷെ ഇവനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏരിയയിലുള്ളവരാരും സാധനങ്ങളൊക്കെ കൊണ്ട് കൊടുക്കണം പറയുന്നത്. പക്ഷെ നല്ല രീതിയിൽ പ്രവർത്തിച്ച് കൂട്ടായ്മ കൂടി നിന്നെങ്കിൽ ഈ കുടുംബത്തെ രക്ഷപ്പെടുത്തായിരുന്നു. കാരണം ഇതിന് മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെന്റ് ഉണ്ടെങ്കിൽ വലിയ പ്രശ്നമല്ല അല്ലേ? ഇടയ്ക്കൊക്കെ അല്ലേ പിന്നെ ചികിത്സിച്ച് ഭേദമാക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ അവർക്ക് അതിന് വേണ്ട സാഹചര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ തൊഴിലുറപ്പിലൊന്നും പോകുന്നില്ല, അത്രയും നാളുകൊണ്ട് പോകുന്നില്ല. തൊഴിലുറപ്പ് ഇറങ്ങിയ സമയത്ത് കുറച്ച് മോളെയും കൊണ്ട് പോയി നമ്മൾ തൊഴിലുറപ്പ് ചെയ്യും. അതിന്റെ പൈസ വരാൻ പറ്റുന്ന വാങ്ങിക്കും. അങ്ങനെയൊക്കെ അങ്ങ് പോയി.
പിന്നീട് അപ്പൊ എവള് ശരിയില്ലെന്നുണ്ട്. അപ്പം പിന്നെ ആ കൂടെ നിക്കണവർക്ക് എന്നെ പിടിക്കുന്നില്ല. മോളല്ലേ? എവള് അവള് നിന്ന് നിക്കണ നിലയിലൊക്കെ സ്വഭാവം മാറുമ്പോ പിന്നെ ഞാനങ്ങ് വിചാരിച്ച അങ്ങനെയുള്ള ജോലിയും വേണ്ട, പൈസയും വേണ്ട. സത്യം പറഞ്ഞ സഖി കെട്ട്. കാരണം ഞാൻ ഈ വീട്ടിൽ വന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത് ആരും സഹകരിക്കാത്തൊരു വീട്. എന്നിട്ട് പഞ്ചായത്തിൽ നിന്ന് പറഞ്ഞ് അവര് ജോലി ചെയ്തില്ലെങ്കിലും വേണ്ടൂല, അവർക്ക് പേരിട്ട് പൈസ അത് പറ്റൂല, അവളെ വീട്ടിൽ ഇരുത്തിക്കൊണ്ട് പൈസ കൊടുക്കാൻ പറ്റൂല, ഈ പെണ്ണുങ്ങളെല്ലാം കൂടി പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ച അങ്ങനെയുള്ള പൈസയും വേണ്ട, ഈ കൊച്ചുങ്ങൾക്ക് കിട്ടുന്ന പെൻഷനും കൊണ്ടങ്ങ് കഴിഞ്ഞു പോകണം. ഒരു മാസം എത്ര രൂപയുണ്ട്? ഈ ഒരു മാസം 1600 ഒരു മാസത്തെ പൈസ. അത് കിട്ടുമ്പോ തൊഴിലുറപ്പിന് പോകുമ്പോഴത്തേക്ക് അവര് ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണത്. കുട്ടിയുടെ മരമ വാങ്ങിച്ചോണ്ട് തരാനേ. ചോറ് കഴിച്ചോ? ഈ മോളെ കൊണ്ടാണ് തൊഴിലുറപ്പിന് പോണെന്ന് ചേച്ചി. അപ്പൊ പോകുമ്പോഴത്തേക്ക് ഇവള് ഇതുപോലെ എണീറ്റാല് തടവൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യും. ഇവളെ കുസൃതി ശരിയല്ല എന്ന് മനസ്സിലായപ്പോഴത്തേക്ക് ഇവരെ തൊഴിലുറപ്പിന് ചെല്ലാനായിട്ട് ആരും അനുവദിച്ചില്ല. കൊണ്ട് ചെല്ലുകയാണെങ്കിൽ പിന്നെ അത് പ്രശ്നമാവട്ടെന്നും പറഞ്ഞ് പിന്നെ ഞാൻ എത്ര നാളോട് പോകാം. തൊഴിലുറപ്പിന് പിന്നെ ഇപ്പൊ പോകുന്നില്ല. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എവിടെയും കൊണ്ട് നടക്കുമ്പോഴൊക്കെ ആരെങ്കിലും ഒക്കെ 10 പൈസ തരും. സത്യം പറഞ്ഞ ചേച്ചിയുടെ ഒരു വിധി എന്ന് പറഞ്ഞാൽ വലിയതാണ്. ചേച്ചി ഇങ്ങനെയുള്ളവരും നാട്ടിൽ ജീവിക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം. അപ്പോഴേ കാരണം ഇതിലൊക്കെ കണ്ടു കേട്ട് മനസ്സറിഞ്ഞ് വല്ല തരണമെങ്കിൽ അതൊരു പുണ്യമൊന്നും നമ്മള് കരുതാം. ഇതിപ്പം ഞാൻ നോക്കിയിട്ട് ചേച്ചിയുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി ഈ വീട്ടിലില്ലെന്നുണ്ടെങ്കിൽ ഇവര് ബാക്കി 3 പേരുടെ കാര്യം ഞാനാണ് ഈ 3 കൊണ്ടുപോകുന്നത്. അത് പറയാതിരിക്കാൻ പറ്റൂല. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം വന്ന സ്ഥിതിക്ക് സന്മനസ്സുള്ളവര് എന്ന് പറഞ്ഞാൽ നിയമ ഉദ്യോഗസ്ഥർ ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വിഷയത്തിന് നടപടി എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇവർക്ക് ഇന്ന് കയറി കിടക്കടമ്പോൾ ഇല്ലാത്തൊരു അവസ്ഥയാണ്. ഇത് വന്ന് കാണുമ്പോൾ വലിയൊരു വിഷമമാണ്. പക്ഷെ ഇപ്പൊ വന്നപ്പോ അവർക്ക് സ്ഥലം പോലും ഇല്ല എന്ന് പറഞ്ഞതാണ്. ഇതിന് മുന്നേ ഞാൻ ഇട്ട വീഡിയോയിൽ ഇവരുടെ അമ്മ സുഖമില്ലാതായി കിടക്കുന്നത് കൊണ്ട് ഇവരെ ഭർത്താവിന്റെ അമ്മയാണ്, ആരും നോക്കാതെ ഇവിടെ ഇട്ടിരിക്കുന്നു. അവര് മരിച്ച് അങ്ങനെ അവരപ്പോഴും തന്നെ കൊണ്ടുപോയി. അതിനുശേഷം ഇപ്പോഴും ഈ സ്ഥലത്തിന് പിടിവലിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു വീട് കിട്ടാതിരുന്നത് അന്ന് മെയിൻ്റനൻസ് മാത്രം കൊടുക്കാമെന്ന് പറഞ്ഞ ഈ വീട്ടിന് മെയിൻ്റനൻസ് കൊടുക്കുമെന്ന് മാത്രം പറഞ്ഞിരുന്ന സ്ഥിതിക്ക് ഞാൻ അന്ന് വന്ന് ഈ വീഡിയോ ഇട്ടതിന് ശേഷം അവരൊക്കെ അത് കണ്ടതിന് ശേഷം എന്തായാലും അവർക്ക് വീട് കൊടുക്കുമെന്ന് പറഞ്ഞ് മെമ്പർ പറഞ്ഞ വീട് കൊടുക്കും, അടുത്ത ഗ്രാമസഭയിൽ ആവട്ടെന്ന് പറഞ്ഞത്. അപ്പൊ അത്രയും ഒരു ക്ലിയർ ആയി വന്ന സ്ഥിതിക്ക് ഇപ്പൊ ഈ സ്ഥലത്തിന് പിടിവലി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ജീവിക്കാൻ ഇനി ഒരു കിടന്നുറങ്ങാൻ ഒരു വീടില്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് വന്നേക്കാണ് മനസ്സുള്ളവരെന്തായാലും. കാരണം ഇവർക്ക് സ്വന്തമായി ഫോൺ നമ്പരോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല, ഗൂഗിൾ പേ ഇല്ല. അപ്പൊ അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ്. എങ്കിലും സന്മനസ്സുള്ളവര് ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു നിയമ നടപടികൾക്ക് വേണ്ടി നീങ്ങണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ ഈ വീഡിയോ കാണുന്നവര്, കാരണം ഈ വീടിന്റെ ഇവരുടെ സാഹചര്യം കാണുന്നവർ കയ്യിലുള്ളത്, കാരണം അടുത്തൊക്കെ ഉള്ളവരുണ്ട്, അല്പ ദൂരം ഉള്ളവർക്കുണ്ട്, എങ്ങനെയൊക്കെ ഏത് രീതിയിലൊക്കെ ആയിരുന്നാലും ശരി തന്നെ ഉള്ളതിന്റെ സകലം നിങ്ങൾക്ക് സന്മനസ്സുണ്ടെങ്കിൽ മാത്രം, നല്ല മനസ്സോടെ കൊടുത്താൽ മാത്രമേ അവർക്കത് ഉപയോഗിച്ചിട്ട് കാര്യമുള്ളൂ. അപ്പൊ ഒരു തുണി ആയിരുന്നപ്പോൾ എൻ്റെ അവസ്ഥ കണ്ടില്ലേ ആ ചേച്ചിയുടെ അവസ്ഥ. നമുക്കിപ്പോ ഈ വീട് തന്നെ തരാൻ, വീടിന് പൈസ തരാന്ന് പറഞ്ഞ് അതിന് പ്രമാണവും അതിന്റെ കരം തീരുതും ഒക്കെ കൊടുക്കാതെ പഞ്ചായത്തുകാർ നമുക്ക് വീട് തരൂ? അത് ആരുടെ കയ്യിലാണ് വെച്ചിരിക്കുന്നത്? അതാണ് പറയണത്. ഈ പ്രമാണം നമ്മുടെ കയ്യിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. ഇത് ആരെ കയ്യിലെന്ന് അറിഞ്ഞൂടാ. ബാക്കി 2 ആമക്കൾ വേറെ ഉണ്ട്, ഒരു മോള് ഉണ്ട്, പിന്നെ ചെറുമക്കളുണ്ട്. ഈ ചെറുമക്കളെ കയ്യിലാണോ ഈ മോളെ കയ്യിലാണോ ബാക്കിയുള്ള ആമക്കളെ കയ്യിലാണോ നമുക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ തന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഫണ്ട് വഹിക്കാനും എല്ലാം പറ്റുള്ളൂ. പക്ഷെ ഈ 4 ലക്ഷം രൂപ കിട്ടുമെന്ന് പറയുന്ന ഒരു സ്ഥിതിക്കാണ് ഇപ്പൊ അപേക്ഷയൊന്നും വെച്ചിട്ടില്ല. ഗ്രാമസഭയിലാണ് ഇത് കിട്ടുമെന്ന് മെമ്പർ കണ്ട് പറഞ്ഞു നിങ്ങൾക്ക് തരാൻ വീട്. അപ്പൊ ഇത് വെച്ച് നിങ്ങൾക്ക് ഇത് കിട്ടിയാലും ആ പൈസ കെട്ടി പൂർത്തീകരിക്കാൻ പറ്റില്ല. എന്തെങ്കിലും നിങ്ങളെ സഹായിക്കാമെന്ന് കരുതിയാൽ പോലും ഇത് വച്ച് ആകുമ്പോഴത്തേക്ക് നിങ്ങൾ പുറത്താവും. കാരണം നിങ്ങളുടെ ഹസ്ബൻഡിന്റെ പേരിലാണ് ആ വീട് കിട്ടുന്നത്. അപ്പൊ ഈ സ്ഥലവും ഇങ്ങനെ കിടക്കുകയാണ്. നിങ്ങളുടെ പേരിലാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എനിക്ക് ഇത് മുമ്പോട്ട് പോകാം. പക്ഷെ ഇവർക്കൊരു കയറി കിടക്കണം ഒരു വാടക വീടെങ്കിലും ഒരു കിട്ടിയിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. കാരണം ഇന്ന് ഇവര് ഇവിടെ കിടക്കുന്ന ഈ ഒരു നമ്മളങ്ങനെ വാടകയ്ക്ക് പോയാൽ പിന്നെ ഒട്ടും അവര് തരത്തുമില്ല. നമ്മള് ഇവിടെ നിന്ന് ഇറങ്ങാതെ കിടന്നാൽ നമുക്ക് ഉള്ളതെങ്കിലും ചിലപ്പം ഇതിലൊരു പകുതിയെങ്കിലും തരും.
പക്ഷെ അമ്മയ്ക്ക് ഉറപ്പ്, ചേച്ചിക്ക് ഉറപ്പ് തന്നെ ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ അമ്മയുടെ പേരിലിരിക്കുന്ന ആണെന്ന് ആണ് ഇവര് പറഞ്ഞു വെച്ചേക്കണത്. പ്രമാണമൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് അതിനെ കുറിച്ച് ഒരുപാടൊന്നും അണ്ണന്റെ എനിക്ക് പേരിലാണ് എഴുതിയിട്ടുള്ളത്. അമ്മയുടെ കാലം കഴിഞ്ഞിട്ട് ഈ മോൻ അന്ന് എഴുതി വെച്ചേക്കണെന്ന് ഈ എന്റെ മാപ്പിളയുടെ ആളുകൾ മൊത്തവും പറയുന്നു. അതുപോലെ ഇവിടെ നിങ്ങളുടെ ഹസ്ബൻഡിന്റെ അമ്മയെ കൊണ്ടിട്ടപ്പോൾ നിങ്ങൾ ഈ മകളും പോയി കേസ് കൊടുത്ത സമയത്ത്, പെറ്റീഷൻ കൊടുത്ത സമയത്തും അവർ അന്ന് പറഞ്ഞല്ലേ മോന്റെ പേരിലാണ് സ്ഥലം എഴുതി കൊടുത്തേക്കുന്നത്, അതുകൊണ്ട് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞായിരുന്നു. അങ്ങനെ ഒരു വാക്ക് പറഞ്ഞ് ഇവിടെ തന്നെ കിടന്നവര് മരിക്കണമെന്ന്. അതുപോലെ കൊണ്ട് അവിടെ ഇട്ടൊരിക്കൽ വന്നപ്പോ കിടന്ന് അങ്ങനെ കിടന്ന് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോ അവരങ്ങ് മരിച്ചു. നമ്മളെ കൊണ്ട് കഴിയുന്നുള്ള നമ്മളും കൊടുത്ത്, ഇപ്പൊ അവരും കൊണ്ടൊന്ന് കൊടുത്ത് ഇത്തിരി ഒരു മരിച്ചതൊരു അനപ്പം അങ്ങോട്ട് മാറിയില്ല. അതിനു മുമ്പേ അവര് എടുത്തോണ്ട് അങ്ങ് പോയി. അങ്ങനെ എടുത്തോണ്ട് പോയതിന്റെ പുറത്ത് പിന്നെ അവരെ യാതൊന്നിനും ഞാൻ ആ വീട്ടിൽ പോയിട്ടുമില്ല. ഈ പറയുമ്പോൾ ഇവിടെ കിടന്ന് ഞാൻ രാപകലില്ലാതെ നോക്കി എടുക്കുകയും ഞാൻ ചെന്ന് അമ്മ നിങ്ങൾക്ക് വെള്ളം വേണോ അത് വേണോ ഇത് വേണോന്ന് ചോദിക്കും പകലുള്ള സമയം. അങ്ങനെ ഈ കുട്ടികളെ നോക്കണം, അവരെ നോക്കണം, അവരെ വായിരിക്കണത് ഒത്തരം കേൾക്കണം, ഈ പിള്ളേർ വയലന്റ് ആവണമെങ്കിൽ അവരെ പിറകെ പോകണം. ഇതെല്ലാം ചെയ്ത് പിറക്കി നോക്കി കണ്ട് നിന്നപ്പോഴത്തേക്ക് അവരിത്ത പുരാനപ്പ് കണ്ടപ്പോൾ അവരിതാ എടുത്തോണ്ട് പോകണം. അങ്ങനെ എനിക്കൊരു വാശി എങ്ങായി. ഞാൻ ഇനി പോകുന്നില്ല, എനിക്ക് ഇനി ഇത്ര നാൾ അവരെ കണ്ടത് മതി, ഇനി കാണണ്ടെന്ന് പറഞ്ഞ് പോയുമില്ല. പിന്നെ അതിലുണ്ടായ ഒരു ചടങ്ങൊക്കെ ഞാൻ പങ്കെടുത്തുമില്ല. ചേച്ചി ഒരാളെ കൊണ്ട് ഒരു സഹകരണം നമ്മൾ പോണെന്ന് പറഞ്ഞ് ഞാനും എന്റെ പിള്ളേരെ അതിലുള്ള യാതൊരു സാധനത്തിനും പങ്കുകൊള്ളാനാ ഒന്നിനും പോയില്ല. എല്ലാരും കൂടെ 16ഉം 17ഉം ഒക്കെ ആഘോഷിച്ച് എല്ലാം ചെയ്തു. ഞാനും എന്റെ കുട്ടികളും ഒന്നിനും പോയില്ല. നമ്മളടുത്ത് പിന്നെ എണ്ണയെ കാണിച്ച് തേച്ച് അമ്പലത്തിൽ ചെന്ന് പുണ്യവെള്ളവും മാറ്റണം തളിച്ച് നമ്മള് ചെയ്യാനുള്ള നമ്മള് ചെയ്തു. പിന്നെ ദൈവം നമ്മളെ എപ്പോഴാണ് അങ്ങ് വിളിക്കുന്നത് അപ്പോഴും നമ്മള് പോയല്ലേ. നീയായാലും ഞാനായാലും ആരായാലും എത്ര കൊടിയെത്തി ആയാലും ആ 2 കൊച്ചുങ്ങളെ എന്നും പറഞ്ഞ് ഞാൻ അതാ ജീവിക്കും. 2 മക്കള് ദൈവം തന്നത് ഇങ്ങനെയൊക്കെയാണ് ഞാൻ വാരിക്കൂട്ടിയും പറക്കിയും അങ്ങനെയൊക്കെ കൊടുത്ത് ഞാൻ ഇട്ടയക്കുന്നത്. എന്റെ അവസ്ഥയാണെങ്കിൽ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത അത്രയാണ്. ഈ ബ്ലൗസ് അവിടെ കഴുകി ഇട്ടേക്കുന്നത്. ഇന്നലെ ഇത് ഇട്ടിട്ടുണ്ട്, മറ്റേനെ ഊരി ഇട്ടിട്ട് പിന്നെ ഇത് എടുത്തിട്ടുണ്ടോ ഒന്ന് അല്ലാതെ കൊണ്ടുവന്ന് വാങ്ങി കൊടുക്കണം. എന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്നത് നമുക്ക് ഈ പറയും പോലെ ഞങ്ങളൊന്നും വലിയ അല്ല. ഒരാൾക്കൊന്ന് തികഞ്ഞ വ്യക്തി വേറൊരാളിനെ തെളിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറയും. ഞാൻ അവർക്കൊക്കെ മനസ്സാണെങ്കിൽ നമ്മളെ ഒന്ന് സഹായിച്ചാൽ അവർക്ക് ദൈവം. കാരണം ഈ കുട്ടികളുടെ അവസ്ഥയിലൂടെ എങ്ങനെയാണ് ഈ മോൻ എപ്പോഴും ഞാനന്ന് വന്ന് കണ്ടപ്പോഴേ എനിക്ക് അത്ര വലിയ പ്രശ്നമുള്ളതല്ല മോനെന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ഇന്ന് എനിക്ക് മോനെ കണ്ടപ്പോൾ മനസ്സിലായി. കാരണം ഞാൻ അന്ന് ഇവിടെ മോൻ ഇരിക്കുന്നതാണ് കണ്ടത്, ഞാൻ ഇവിടെ നിൽക്കുന്നിടത്ത്. അപ്പൊ ഇന്ന് എനിക്ക് മനസ്സിലായി മോനും വ്യത്യാസമാണ്, നല്ല മെന്റൽ പേഷ്യന്റ് ആണ് എന്ന് എനിക്ക് നല്ല ഉറപ്പായി. പക്ഷെ അപ്പൊ ഞാൻ വിചാരിച്ച് ഇവനെ കൊണ്ടുവന്ന് ചികിത്സിച്ച് കുട്ടികളിലെ കാണിക്കും. പക്ഷെ 1 വർഷം വരെയൊക്കെ ചികിത്സിക്കുമ്പോൾ കുറയും ആ രീതി തന്നെയാണ്. എങ്കിലും ഈ ഒരു അവസ്ഥയിൽ ഇവർ ജീവിക്കുമ്പോ ഇവർക്ക് എപ്പോഴും ഇവര് മെയിനിലാവാൻ സാധ്യത ഉണ്ട്. എപ്പോഴും നിമിഷവും എപ്പോഴും വയലന്റ് ആവും അല്ലേ. പക്ഷെ ഞാനൊക്കെ ഒരു ആവുമ്പോഴത്തേക്ക് അവർക്ക് അങ്ങ് മാറും. ഇപ്പൊ ഒന്നും കഴിച്ചില്ല, ഇനിയിപ്പൊ അടുത്തിനി എന്തിനാണെന്ന് അറിഞ്ഞൂടെ അങ്ങനെ വന്നിരിക്കുകയാണ്. വല്ല മാച്ച കടയിൽ നിന്ന് കഴിച്ചാന്തോ ഒന്നും ചോദിച്ചില്ല. വന്നാൽ ഡ്രസ്സ് പോലും പറയാതെ ഫാനിന്റെ മുട്ടി വന്ന ചൂട് തണുക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഫാനിനും അങ്ങനെ കാറ്റില്ല. അപ്പൊ എന്തായാലും നിങ്ങളെ കൊണ്ട് കഴിയണേ കാണുന്ന നമ്മുടെ ഫ്രണ്ട്സുകളെ കഴിയുന്ന സഹായം ചെയ്യണമെന്ന്. കാരണം ഗൂഗിൾ പേ ഇല്ല, അക്കൗണ്ട് നമ്പർ മുന്നിലായിട്ടുണ്ട്. മുൻ വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാം. ഇവര് വ്യക്തമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അതുപോലെ എന്തെങ്കിലും കഴിയുന്നത് നമുക്കിപ്പോൾ അടുത്തുള്ളവരൊക്കെ ആൾക്കാരുണ്ട്. പക്ഷെ കഴിയുന്നത് എന്തെങ്കിലും ഒരു നേരത്തെ ആഹാരമെങ്കിൽ ആഹാരം, ഡ്രസ്സെങ്കിൽ ഡ്രസ്സ്. പക്ഷെ അത് കൊടുക്കണം. കാരണം എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്ത് കൊടുത്തോളാം. പക്ഷെ ഇപ്പൊ ഇവിടെ ഈ സ്ഥലത്തിന് പ്രശ്നം വരുന്ന സ്ഥിതിക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിന് എന്തെങ്കിലും അവരൊക്കെ നടപടി എടുക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതി രേഖയൊക്കെ എങ്ങനെയാണെന്ന് പോലും അറിയില്ല. അതുകൊണ്ട് അവർക്ക് ആഹാരവും ഡ്രസ്സും കഴിവിന്റെ പരമാവധി ബാക്കിയെല്ലാം ദൈവത്തിന്റെ കയ്യിൽ വരും പോലെ വരട്ടെ അല്ലേ. അതല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ.
ഇത് പ്രമാണമൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് ചാടി എന്തും വേണമെന്ന് ചെയ്യാം. ഓക്കെ. ഇപ്പൊ പ്രമാണം നമ്മളെ കയ്യിലില്ല. അവരിനി തരുമെന്നൊന്നും അറിഞ്ഞുകൂടാ. നാട്ടുകാരുടെയൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കണം. ഇന്നൊരു ഷെയർ വേണം, അമ്മയുടെ ഷെയറാണ്, മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ അവര് ഇതിന് മുന്നെയൊക്കെ പറഞ്ഞു. ഇപ്പം മരിച്ച ഇത്രയും ദിവസമായിട്ടും പ്രമാണമൊന്നും അവര് തന്നില്ല, ഒന്നും തന്നില്ല. അവര് അണ്ണന്റെ പേരിലാണ് സ്ഥലം പോലീസ് പറഞ്ഞായിരുന്നു. അമ്മയുടെ കാലം കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കണേ അണ്ണൻ പറഞ്ഞ സംസാരം എടുക്കണേ. അണ്ണൻ പറഞ്ഞ സംസാരം എടുക്കണേ. പാലോട് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ട് ഒരു രക്ഷയില്ല. ഒരു രക്ഷയില്ല. നിങ്ങളെ പേരിനല്ലേ കിടക്കണത്, നിങ്ങൾ എന്നെ നോക്കി അമ്മേ എന്ന് പറയും. അല്ല ഇതിപ്പോ അമ്മ ഇല്ലല്ലോ, അമ്മ കഴിഞ്ഞല്ലോ. ഉള്ളപ്പോ കൊടുത്തപ്പോ അങ്ങനെ പറഞ്ഞു. അപ്പൊ ഇനി അമ്മയുടെ പേരിലിരിക്കുന്ന സ്ഥലം കാലശേഷം അണ്ണന്റെ പേരിലാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മള് കണ്ടിട്ടില്ല, തന്നിട്ടില്ല. പ്രമാണം തന്നെ ഉണ്ട്. അക്കരെ ചെറുക്കനല്ലേ അവൻ തന്നിട്ടില്ല, നേരത്തെ തന്നില്ല. നമ്മള് പൈസ ചെറുമോന്റെ അപ്പോൾ ചേച്ചി കൊണ്ടുവന്ന് പെറ്റീഷൻ കൊടുത്ത സമയത്ത് പോലീസ് പറഞ്ഞല്ല, പാലോട് പോലീസ് പറഞ്ഞല്ല. പോലീസിന്റെ അടുത്ത് ഇവര് പറയിപ്പിച്ചത്. പോലീസിന്റെ അടുത്ത് പറഞ്ഞ് ഈ അവരെ കുടുംബ വീടാണ്, അവരെ കുടുംബ വീട്ടിൽ കിടന്ന് അവര് മരിക്കട്ടെന്ന്. അല്ല നമുക്കെന്നൊന്നും പറഞ്ഞില്ല. കുടുംബ വീട് അവര് തന്നെ, അവരെ കുടുംബ വീട്ടിൽ കിടന്ന് അവര് മരിക്കട്ടെ, അവരെ ആരും കൊണ്ടുപോകണം ഇങ്ങനെ പറഞ്ഞു. അപ്പൊ കുടുംബ വീട് കിടന്ന് അതുപോലെ കോവലാശന്റെ പേര് അമ്മയുടെ കാലം കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ കണ്ടില്ല. കോവലാശന്റെ പേരിലിരിക്കുന്ന ഈ വീടിന് സ്ഥലത്തിനും ഭാര്യയായ ശകുന്തളയ്ക്ക് എന്തൊരു അവകാശം ആൾക്കാർ ചോദിക്കുന്നത്. അങ്ങനെയാണ് ചോദിക്കുന്നത്. അപ്പൊ അത് നാട്ടുകാർക്ക് തന്നെ മനസ്സിലാക്കാന്നുള്ളതാണ്. ഭർത്താവിന്റെ പേരിലിരിക്കുന്ന സ്ഥലത്തിനും വീട്ടിനും മക്കൾക്കും ഭാര്യയ്ക്കും അവകാശം. പ്രത്യേകിച്ചും അമ്മയുടെയും അച്ഛന്റെയും സ്വത്തിന് അവകാശം അവരുടെ സ്വന്തം മക്കൾക്കാണ്. അമ്മ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ അമ്മ ഇല്ല. അമ്മ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ശരിയാണ്, അമ്മയ്ക്ക് അവകാശം എന്ന് പറയാം. ഇപ്പൊ അമ്മ ഇല്ല സ്ഥിതിക്ക് പുള്ളിക്കാരന്റെ പേരിലാണ് അവകാശം വച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ 2 മക്കളുണ്ട്. അത് ഇനി ഏത് നിയമവ്യവസ്ഥയിലായിരുന്നാലും ശരി തന്നെ 2 കുട്ടികൾക്കാണ് അവകാശം. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ചേച്ചി ആ ഒരു കാര്യത്തിൽ വിഷമിക്കരുത്. കാരണം അണ്ണന്റെ പേരിലിരിക്കുന്ന സ്ഥലം എന്തായാലും മക്കൾക്കാണ് അവകാശം. അത് ഉറപ്പാണ്. ഇനി ആരും അങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വിവരമില്ല. അവര് ചിന്തിച്ച് നോക്കേണ്ട ഒരു കാര്യമാണ്. അവരുടെ ഭർത്താവിന്റെ വീട്ടിലാണ് അവർ താമസിക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥലം അവരവിടെ നിന്ന് ഇറങ്ങി കൊടുക്കും. അവരെ മക്കൾക്കല്ലാതെ അവകാശം ആർക്കാണ്? അപ്പൊ അവരവരുടെ കാര്യം ആദ്യം ചിന്തിച്ച് നോക്കുക. പറയേണ്ടത് നിങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ പെരിങ്ങമല പഞ്ചായത്ത് ഇത്രയും മോശമായ ഒരവസ്ഥ ഈ വീടല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ 2 കുട്ടികളുടെ അവസ്ഥ ഇതുപോലെ. പക്ഷെ ഇത്രയും മോശപ്പെട്ട പഞ്ചായത്താണ് ഇതിലെ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ വളരെ ഇതാണ്. കാരണം നമ്മളെ പെരിങ്ങമല പഞ്ചായത്ത്, ഈ പെരിങ്ങമല പഞ്ചായത്ത് സംബന്ധിച്ചിടത്തോളം ഇത്രയും മോശപ്പെട്ട രീതിയിലാണെന്നുള്ളത് ഞാനിതിപ്പോ ഒന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത്. പിന്നെ ചേച്ചി എനിക്ക് മുമ്പേ അറിയാം. സാഹചര്യം വീട്ടിൽ വന്ന് കണ്ടപ്പോൾ സാഹചര്യം മോശമാണ്. പിന്നെ അതുപോലെ വീഡിയോ ഒന്നും ഈ പൈപ്പിൽ ഇപ്പൊ ഇത് എത്ര മാസമെങ്കിലും വെള്ളം ഉണ്ടായിട്ട് തോനെ നാളായി. ഇതുവരെ വന്നിട്ടില്ല. ഇത് പുതിയതായിട്ട് കൊണ്ടുവച്ചതാ. ഇതില് വന്നിട്ടുണ്ട്, നമ്മൾ പിടിച്ചിട്ടുണ്ട്. ഇവിടെ നാളിലോട്ട് എവിടെയാണ് വെള്ളത്തിന്റെ ടാങ്ക്, അവിടെ നിന്നാണ് അവര് തുറന്നു വിടുമെങ്കിൽ നമുക്ക് വരും. അവര് ചിലപ്പോൾ തുറന്നു വിടും, ചിലപ്പോൾ തുറന്നു വിടില്ല. അത് നമ്മൾ പഞ്ചായത്തിലൊക്കെ ചെന്ന് മുമ്പർത്തൊക്കെ പറയും. മുമ്പർത്തൊക്കെ പറഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ കുറച്ച് വെള്ളം വരും. പിന്നെ അത് കഴിയുമ്പോൾ അവർ പിടിക്കില്ല. മുകളിലോട്ടുള്ളവർക്കൊക്കെ കൊടുക്കും, നമുക്ക് തരുമില്ല. നിങ്ങൾക്ക് ഇതില് വെള്ളമില്ല. അപ്പൊ ഇവിടെ നമ്മളെ ഇതിപ്പം കൊണ്ടുവച്ച പഞ്ചായത്ത് മെമ്പർ ഷീജയാണ്. പക്ഷെ പഞ്ചായത്ത് മെമ്പർ ഷീജ ഒന്ന് അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എത്രയും പെട്ടെന്ന് കുടിവെള്ളത്തിന്റെ ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കണം. അത് എന്തായാലും ഇപ്പൊ ആർക്കായാലും വെള്ളം കുടിക്കാതെ കിടക്കാൻ പറ്റത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇവരെ ഈ ഗോപരക്ഷണന്റെ സഹോദരിയുടെ കിണറാണ് ഈ ഇരിക്കുന്നതെന്നാണ് പറയുന്നത് അവരെ പേരെടുത്ത്. അപ്പോഴേ ഇവർക്ക് അത് കോരാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഇവർ സ്ഥലത്തിന്റെ പ്രശ്നത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അവർ വേറൊരാളെ വിളയിൽ നിന്ന് വെള്ളം കോരുന്നു. സ്വന്തം എഴുതുമുത്തുമാണ് എങ്കിലും അവരുടെ സ്വന്തം കിണറല്ല. അപ്പോൾ അവർക്ക് ഇപ്പം ഞാനായാലും ശരി, നമുക്ക് വേറൊരാളെ വിളയിൽ നിന്ന് വെള്ളം എത്ര നാൾ കോരും? അവർക്ക് എന്തായാലും വേറെ ഒന്നും വേണ്ട. ഇപ്പം അവർക്ക് ഇങ്ങനൊരു എത്തിച്ചു കൊടുത്തേ പറ്റുള്ളൂ. നമ്മളെ മെമ്പർ അത്
ചെയ്ത് കൊടുക്കുക തന്നെ വേണം. എത്രയും പെട്ടെന്ന് അവർക്ക് വെള്ളത്തിൻ്റെ തീരുമാനം എത്തിക്കണം. എനിക്കതാണ് പറയാനുള്ളത്. അത് കഴിഞ്ഞിട്ട് അവരുടെ ഈ സ്ഥലത്തിന് പ്രമാണം മെമ്പറിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്. കാരണം പഞ്ചായത്തുമായിട്ട് തീരുമാനിക്കുക. അവർക്ക് വീട് കൊടുക്കാൻ എന്തായാലും മെമ്പർ പറഞ്ഞത് വളരെ ഉപകാരമാണ്, വളരെ സന്തോഷമാണ്. കാരണം ഈ ഒരു കണ്ണീരിൽ നിന്ന് അവർ നല്ലൊരു വീട്ടിലേക്ക് കിടക്കാൻ അവർക്ക് ഈ പ്രായം ചെന്നവർക്ക് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത്. 2 വയ്യാത്ത കുട്ടികളെ ഇട്ടുകൊണ്ട് കിടക്കുന്ന ഈ ഒരു സാഹചര്യം, ഇതുപോലെ ഈ ഒരു ചേച്ചിയുടെ അവസ്ഥ, ഇങ്ങനെ ഒരാൾ ഈ പെരിങ്ങാട് പഞ്ചായത്ത് എനിക്ക് കാണേണ്ടതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇവരില്ല എന്നുണ്ടെങ്കിൽ ഈ കുടുംബത്തിൻ്റെ അവസ്ഥ വളരെ ദയനീയകരമാണ്. ഇത്രയും മോശപ്പെട്ട സ്ഥിതിയിൽ പെരിങ്ങാട് പഞ്ചായത്ത് ആയത് തന്നെ ഒരു വല്ലാത്തൊരവസ്ഥയാണ്. പക്ഷേ ഇങ്ങനെ ഇവർക്ക് എത്രയും പെട്ടെന്ന് കുടിവെള്ളം എത്തിച്ചു കൊടുക്കണം. എനിക്ക് മെമ്പർ ഷീജയോട് പറയാനുള്ളത് പഞ്ചായത്തുമായി തീരുമാനിച്ച് അതുപോലെ ഇവർക്ക് കയറിക്കിടക്കണം ഇവരുടെ കയ്യിൽ എത്തിക്കണം എന്ന് ഞാനത് നമ്മുടെ മെമ്പറിനോട് മാത്രമല്ല നിയമ ഉദ്യോഗസ്ഥർ ഇതിൻ്റെ രീതികൾ അറിയാവുന്നുള്ളവർ ഇത് കണ്ടിതിനൊരു തീരുമാനം എടുക്കണം. കാരണം എന്തായാലും ഈ സ്ഥലത്തിന് ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ 4 പേരുടെ കാര്യം ഇവർ ഒരു വലിയൊരു ആത്മഹത്യയൊക്കെ നിൽക്കുകയാണ് ആണല്ലേ. കാരണം കയറിക്കിടക്കാടമില്ലാത്ത ഒരു അവസ്ഥ അവർക്കേ അറിയാവൂ. ഞാനിപ്പോൾ ഇവിടെ വന്ന് ഇത് കണ്ടതിന് ശേഷമാണ് ഇത്രയും ഒരു മോശപ്പെട്ട അവസ്ഥയാണ് ഇവർക്കുള്ളതെന്ന് മനസ്സിലാക്കിയത്. അതുകൊണ്ട് ഇതിനൊരു തീരുമാനം എടുക്കണം. അതുപോലെ അതുമാണ് ഈ കിണർ ഈ ഗോപാലക്ഷാമൻ്റെ സഹോദരിയുടെ പേരിലുള്ള കിണറാണ്. അപ്പം അത് സഹോദരിയുടെ മോനല്ലേ, സഹോദരിയുടെ മോൻ്റെ വകയാണ്. അപ്പോഴേ ഇവർക്ക് അങ്ങനെ ഇപ്പോൾ അവർക്കും അതൊരു ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്കും വെള്ളം കോരാൻ ഇവർ വെള്ളം കോരുന്നത് അവർക്കും ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്കും ബുദ്ധിമുട്ട് വേണ്ട, അവർക്കും ബുദ്ധിമുട്ട് വേണ്ട. അവർ സ്വന്തമായിട്ട് അവരെ ഈ പൈപ്പ് ലൈൻ വഴിയുള്ള വെള്ളം കുടിക്കട്ടെ. എന്തായാലും പല സ്ഥലങ്ങളിലും ഞാൻ കണ്ടെത്തുന്നത് തന്നെയാണ് റോഡ് സൈഡ് എത്തിക്കേണ്ട കാര്യങ്ങൾ കറക്റ്റായി എത്തിക്കുന്നുണ്ട്. പക്ഷെ ഇത് അല്ലാതെ വണ്ടി ഇറങ്ങാത്ത സൈറ്റുകളിലൊന്നും എത്തുന്നില്ല. ശരി, അതങ്ങനെയാണെന്ന് വയ്ക്കാം. പക്ഷെ ഇത് വണ്ടി സൈറ്റാണ്. ഈ ഒരു വീട് തിരിഞ്ഞു നോക്കാതെ ഇട്ടൊക്കെയാണെന്നുള്ളത് ഇവിടെ ആര് വന്നാലും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പഞ്ചായത്തിൽ നമുക്കിത് പറഞ്ഞ് ചെയ്യാൻ പറ്റുന്നത് മെമ്പറിനാണ്. ആ വാർഡിലെ എല്ലാവരുടെയും ഏകദേശ കാര്യങ്ങളെല്ലാം മെമ്പറിൻ്റെ കൈകളിലാണ്. അവർക്ക് എന്തില്ല ഉണ്ട് എന്നെല്ലാം തീരുമാനിക്കേണ്ടതും പോയി അറിയേണ്ടതും ചുമതലയും മെമ്പറിനുണ്ട്. അതുകൊണ്ട് അതിങ്ങനെ ഒരു സഹായം ചെയ്തു കൊടുക്കണം. കാരണം വേറെ ആളുടെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി അവർ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടല്ലോ, ഇതിലൊന്നും എത്രയും പെട്ടെന്ന് വെള്ളത്തിൻ്റെ ഒരു ഇത് ചെയ്ത് കൊടുക്കണമെന്നാണ് ഞാൻ വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു വഴിയിലേക്ക് നീങ്ങാം. അത് എൻ്റെ ശകുന്തള ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഇനി തിരിക്കുകയാണ്. എൻ്റെ ശകുന്തള ചേച്ചിക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കണമെന്ന് ഞാൻ എല്ലാവരോടും ഗർഭിണത്തോട് കയ്യോടെ പറയുകയാണ്. കാരണം കഴിയുന്നത്ര സഹായിക്കണം. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുകയാണ്. ചെയ്തിട്ട് ഞാൻ ഇനിയും ചെയ്തു കൊടുക്കും. ഇന്ന് ഞാനിവിടെ നിന്നും ഇറങ്ങുകയാണ്. ഓക്കെ. ആദ്യം ഞാൻ ഒരു വീഡിയോ ഇട്ടായിരുന്നു. മുന്നേ ഞാൻ ഇട്ട വീഡിയോയുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കാം. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. പക്ഷെ നല്ല രീതിയിൽ മനസ്സിലാവണമെങ്കിൽ ആ വീഡിയോ കാണണം. ലിങ്ക് ഇട്ടേക്കാം, അത് കയറി ഒന്ന് കണ്ടാൽ മാത്രം. ഓക്കെ.